ഏകദേശം നമുക്ക് 1 ലിറ്ററിന് ഇതാ ഇത്രയും മതി. ഉണ്ടോ? ഓർക്കിഡ് പ്ലാന്റുകളിൽ സ്പൈക്കുകൾ ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന ബഡുകളിൽ വളർച്ച പൂർണ്ണതയില്ലാതെ നിൽക്കുക, അതുപോലെ എന്തൊക്കെയോ കടിച്ചതുപോലെയും കരിഞ്ഞതുപോലെയൊക്കെ ബഡുകൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ അശ്മി സുൽത്താന. വെൽക്കം ടു സുലൂസ് ഡയറീസ്. പ്രധാനമായിട്ട് 2 കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ ബഡുകൾ ഇതിന് പൂർണ്ണതയില്ലാതെ കരിഞ്ഞതുപോലെ നിൽക്കും. പ്രധാനമായിട്ട് ഒരു കാര്യം ഇൻസെക്റ്റുകളുടെ ആക്രമണമാണ്. അതിന് നമ്മൾ ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങളുണ്ട്, ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. പിന്നൊന്ന് വരുന്നത് കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയൊക്കെ അഭാവം മൂലം ഇതേ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്, മൊട്ടുകൾ കരിയുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്കിന്ന് ഓർക്കിഡുകൾക്ക് ഈ കാൽഷ്യവും ബോറോണും ഒക്കെ എങ്ങനെ കൊടുക്കണമെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. നമ്മൾ വളരെ ആഗ്രഹിച്ചായിരിക്കും ഒരു പ്ലാന്റിൽ ഒരു മൊട്ട് വന്ന് നിൽക്കുന്നത്. പക്ഷേ ആ മൊട്ടിൽ കണ്ടില്ലേ, ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു യൂസും ഉണ്ടാകത്തില്ല, അതൊന്നും കാണാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ ഒരു സ്പൈക്കിൽ ഇനി എത്ര ബഡ് വരേണ്ടതാണ്. പക്ഷേ ഇത് കണ്ടോ, ഇവിടെ വെച്ചിട്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ, അങ്ങനെ ചുരുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലവറിന് അതിൻ്റെ ഒരു പൂർണ്ണതയും ഉണ്ടാവില്ല. അതുപോലെ കണ്ടോ ഈ പ്ലാന്റിൽ ഇത് കണ്ടോ, ഈ പ്ലാന്റ് ശരിക്കും പൂർണ്ണമായിട്ട് വളരാൻ പറ്റാത്ത പോലെ ഒരു ഫീലാണ്. കണ്ടോ, ഇതൊരു സീഡ് വന്നിട്ടുണ്ട്, ആ സീഡ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് പൂർണ്ണമാവുന്നില്ല. അപ്പോൾ എന്തോ ഒരു മൂലകത്തിൻ്റെ അഭാവം കൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ വരുന്നത്. പിന്നെ ഇൻസെക്റ്റുകളാണെങ്കിലും നമുക്കറിയാൻ പറ്റും, ഇതുപോലെ നീര് കുടിച്ചിട്ട് കണ്ടോ ഇതിങ്ങനെ നടന്ന് പോവുകയും ചെയ്യും. അപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇതുപോലെ സംഭവിക്കും പ്ലാന്റിൽ. കൂടുതലും ഇങ്ങനെ സൂക്ഷ്മജീവികളാണ്, ഈ ബ്ലോസം ബിഡ്ജ് പോലെയുള്ള സൂക്ഷ്മജീവികളാണെങ്കിൽ നമുക്കിത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയണം മാക്സിമം. അപ്പോൾ നല്ല ബഡിനെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അത് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ നമ്മുടെ ഓർക്കിഡ് അല്ലെങ്കിൽ മറ്റ് പ്ലാന്റ്സ് എന്തോ ആവട്ടെ, വെജിറ്റബിൾസ് ആവട്ടെ, അവിടെ ഒന്നും ഇടാതെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിച്ച് നശിപ്പിച്ച് കളയണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബഡുകൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും, ഈ ബഡുകളിലുള്ള ജീവികൾ സ്പ്രെഡ് ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മളത് ചെയ്യുക. പിന്നെ ബോറോണിൻ്റെയും കാൽഷ്യത്തിൻ്റെ അഭാവമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലാന്റിൻ്റെ ആ പോർഷൻ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിലൊക്കെ വളർത്തുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കാൽഷ്യവും ബോറോണും ഒക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. നമ്മൾ നേരത്തെ തന്നെ എഗ് അമിനോയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എഗ് അമിനോ, ഫിഷ് അമിനോ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അത് കൊടുത്താൽ ഒരു പരിധി വരെയൊക്കെ ഇതിൻ്റെ അഭാവം കുറയുന്നുണ്ട്. പക്ഷേ നമുക്കിത് കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്ലാന്റ് ഗ്രോത്ത് ആവാനും അതുപോലെ ഈ ബഡുകൾ നല്ല സ്പൈക്കുകൾ വരാനും, അതായത് നീളമുള്ള സ്പൈക്ക് വരാനും ആ സ്പൈക്കിൽ ഒത്തിരി മൊട്ടുകൾ വരാനും ഒക്കെ ഇങ്ങനെയുള്ള കാൽഷ്യം ബോറോണൊക്കെ അടങ്ങിയ ബി കോംപ്ലക്സ് ഒക്കെ അടങ്ങിയ വളങ്ങൾ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ NPK മാത്രം കൊടുക്കാതെ ഇങ്ങനെയുള്ള വളങ്ങളും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മളിന്ന് കൊടുക്കുന്ന ഈ കാൽഷ്യം എന്ന് പറയുന്നത് ഇതൊരു കെമിക്കലാണ്, ഇത് വാട്ടർ സോല്യൂബിളാണ്. നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് നല്ല രീതിയിൽ മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ പ്ലാന്റിന് നല്ലൊരു ഇമ്മ്യൂണിറ്റി കൂടി കിട്ടും, നല്ലൊരു പ്രതിരോധ ശക്തി കിട്ടാനും ഈ കാൽഷ്യവും ബോറോണും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബോറോൺ പ്രധാനമായിട്ട് വിളകളിലുണ്ടാകുന്ന പ്രോബ്ലംസ് കുറയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ ഓർക്കിഡിൻ്റെ വിള എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് വരുന്നത് അതിൻ്റെ ഫ്ലവറാണ്. അപ്പം ആ ഫ്ലവറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റാൻ എപ്പോഴും ഈ കാൽഷ്യം ബോറോൺ അടങ്ങിയ വളങ്ങൾ എപ്പോഴും നല്ലതാണ്. അപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് 2 കാര്യങ്ങൾ, എഗ് അമിനോ, ഫിഷ് അമിനോ കൊടുക്കാം. അതിൽ നിന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള കാൽഷ്യത്തിൻ്റെ ഡയറക്റ്റ് കാൽഷ്യമൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് കൊടുത്തിട്ട് എല്ലാവരും ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അറിയിക്കണം. നമ്മളിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് നേരിടുന്നൊരു പ്രോബ്ലമാണ് ഇങ്ങനെ കാൽഷ്യം ആണോ എന്നറിയത്തില്ലായിരുന്നു. പല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഒരു റിസൾട്ട് കിട്ടിയത് ഇത് കൊടുത്തപ്പോഴാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം.
പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനൊരു പ്രശ്നം കണ്ടുവന്നിട്ടുള്ളത്, നമ്മൾ ആദ്യം ഒരു പ്ലാന്റിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ബഡിന് വലിയ പ്രശ്നം കണ്ടിട്ടില്ല. പിന്നീട് ഈ പ്രായം കൂടുന്തോറും പ്ലാന്റിന് ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൽ അതിൻ്റെ അഭാവം കൊണ്ടാണ്, കാൽഷ്യത്തിൻ്റെയൊക്കെ അഭാവം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത് വരുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഇൻസെക്റ്റുകളുടെ ആക്രമണം. അപ്പോൾ നമ്മൾ ബ്ലോസം മിഡ്ജ് പോലെ നമുക്ക് കാണാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് ഇൻസെക്ടിസൈഡ്, കോൺഫിഡോർ പോലുള്ളത്. കോൺഫിഡോർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റാണ്. അതുപോലെ തന്നെ വേപ്പെണ്ണ, അതുപോലെ ചില ജൈവവളം നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ജൈവ ഇൻസെക്ടിസൈഡുകളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല, അതൊരു വട്ടം നമുക്കൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ ഇതൊക്കെയാണ് ഇൻസെക്ടിസൈഡ് കൊടുക്കേണ്ടത് മെയിനായിട്ട്. കോൺഫിഡർ മാജിക് പോലെയുള്ള ഇമിഡാക്ലോറൈഡിൻ്റെ വിവിധ വിഭാഗത്തിലുള്ള ഇൻസെക്ടിസൈഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബ്ലോസം മിഡ്ജ് പോലെയുള്ളതൊക്കെ ആണെങ്കിൽ മാറിക്കിട്ടും. അതൊരു സക്കിങ് പെസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഈ കോൺഫിഡോറൊക്കെ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻസെക്ടിസൈഡുകൾ എപ്പോഴും നമ്മൾക്ക് ദോഷകരമാണ്, പ്രകൃതിക്ക് നമുക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് ഒഴിവാക്കിയിട്ട് ജൈവവളങ്ങൾ ഉപയോഗിക്കുക. കാൽഷ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഇതാണ് കാൽഷ്യത്തിൻ്റെ ചെറിയ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ക്രിസ്റ്റൽ പോലത്തെ എനിക്കാണ്. ഇത് 2-3 ടൈപ്പുണ്ട്. ചെറിയ ബോൾ പോലുള്ളതും ഉണ്ട്, കണ്ടോ. ഇതിലൊരു നുള്ള് മാത്രം മതി, നമുക്ക് 1 ലിറ്ററിന് കൈ ഇരുന്ന് തന്നെ അലിയും. അപ്പോൾ ഇത് നമുക്കൊന്ന് വെള്ളത്തിലോട്ടൊന്ന് അലിയിച്ചെടുക്കാവേ. ഏകദേശം നമുക്ക് 1 ലിറ്ററിന് ഇതാ ഇത്രയും മതി. കാൽഷ്യം എന്താ നന്നായിട്ട് ഡയല്യൂട്ട് ആയിരിപ്പുണ്ട്. നമുക്കിതിനെ ഈ 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 തുള്ളി മതി നമ്മുടെ 1 ലിറ്ററിന്. നമുക്കിത് ഇലയിലും അതുപോലെ തണ്ടിലും അതുപോലെ ചുവട് ഭാഗത്തൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. എപ്പോഴും ഫോളിയർ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് നമ്മൾ സാധാരണ ചുവട്ടിൽ മാത്രം കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും ഇലയിലൊക്കെ കൊടുക്കുമ്പോൾ, നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഇലയിലും തണ്ടിലൊക്കെ ഫുള്ളായിട്ട് നമുക്കിതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിൾസിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇലകളിൽ കൊടുക്കാം, അതുപോലെ ചുവട്ടിൽ വേണമെങ്കിൽ ഒരു നുള്ളൊക്കെ ഇട്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അളവ് ഒരിക്കലും കൂടിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇലയ്ക്ക് മഞ്ഞളിപ്പ് ഉണ്ടാവും, അതുപോലെ ഇലകൾ കൊഴിഞ്ഞു പോവും, പ്ലാന്റ് കേടായി പോവും. അപ്പോൾ കെമിക്കലായതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ, നമ്മൾ സാധാരണ NPK യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്, കൂടിപ്പോയ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. 1 നുള്ള് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് മാസത്തിൽ 1 തവണ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം കാൽഷ്യത്തിൻ്റെ അളവ് മാത്രമല്ല, നമുക്ക് എല്ലാ വൈറ്റമിൻസും അതുപോലെ പ്രാഥമിക മൂലകങ്ങളും നമുക്ക് പ്ലാന്റ്സിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വളങ്ങളും ഓരോ ആഴ്ച ഇടവിട്ട് മാറി മാറി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് പ്ലാന്റിൽ നിങ്ങൾക്ക് വ്യത്യാസം കാണാം, ബഡിൽ വ്യത്യാസം കാണാം. അപ്പോൾ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതൊരു കോമ്പാക്റ്റ് വെറൈറ്റിയാണ്. ഇതിലിപ്പോൾ നമ്മൾ അതേ രീതിയിൽ കൊടുത്തിട്ട് വന്നൊരു റിസൾട്ടാണ്. ഇപ്പം ഇത് എല്ലാ ബഡുകൾ നന്നായിട്ട് വിരിഞ്ഞ് കിട്ടി. ആ പ്ലാന്റിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളത് റിസൾട്ട് വന്ന ഒരു പ്ലാന്റായി. നമ്മളത് ചെക്ക് ചെയ്തൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇത് ഓർക്കിഡിൽ മാത്രമുള്ള പ്രശ്നമല്ല കേട്ടോ. വെജിറ്റബിൾസ്, അതുപോലെ റോസ, മുല്ല, ഇതൊക്കെ വ്യാപകമായി കൃഷി ചെയ്യുന്നവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഒരു രീതിയിൽ മൊട്ടുകൾ കരിഞ്ഞു പോവുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു എനിക്ക് കാണിക്കാൻ നിങ്ങൾക്കൊരു പ്രൂഫാണിത്. ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലേ, എന്ത് ഭംഗിയാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ. പക്ഷേ ഇതിൽ 1-2 പൂവായാലും ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു ഭംഗി ഉണ്ടാവില്ല. ബോറോണും കാൽഷ്യം അടങ്ങിയ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.